ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഈ 20 ലിറ്റർ വാട്ടർ ക്യാൻ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണത് എന്നല്ലേ? സംഭവം വേറെ ഒന്നുമല്ല. അതായത് ഈ 20 ലിറ്റർ വാട്ടർ ക്യാൻ യൂസ് ചെയ്ത് പലർക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിക്കാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കാവട്ടെ, ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ചെറിച്ചെടുത്താൽ വേറെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിൽ. സോ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. എന്തെന്ന് വെച്ചാൽ ഇതൊരു റീചാർജബിൾ വാട്ടർ ഡിസ്പെൻസർ ആണ്. നമുക്ക് എളുപ്പത്തിൽ ഈ ക്യാനത്തെ വാട്ടർ പമ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ വാട്ടർ ഡിസ്പെൻസറിനെ പറ്റിയാണ് അറിയാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഇൻഫോവെൽത്ത്. ഇൻഫർമേഷൻ എപ്പോഴും ഒരു സമ്പാദ്യമാണ്. വരും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ വാട്ടർ ഡിസ്പെൻസർ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോ ഇവിടെ കൊടുത്തത് എന്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ എന്നാണ് ഇവിടെ കൊടുത്തത്. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു പൈപ്പാണ്. ഒരു ഇത്ര വലുപ്പമുള്ള ഒരു പൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഒരു മെറ്റൽ പൈപ്പാണിത്. ഒരു മെറ്റലിൻ്റെ ഒരു പൈപ്പാണ് അതിനുശേഷം കിട്ടുന്നത്. അതും കൂടി വെച്ചു. അതിനുശേഷമാണ് ഒരു ഡിസ്പെൻസർ. സംഭവം ഇതാണ് ഡിസ്പെൻസർ. പിന്നെ ഇതിൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ വേറൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സംഭവങ്ങളാണ്. അതായത് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മെറ്റൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡിസ്പെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം ഡിസ്പെൻസർ. സോ ഇതിൽ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ബട്ടൺ ഒത്തുമ്പോൾ തന്നെ ഇത് ഒച്ച കേൾക്കണം. നോക്കി, സമയം ഇതാണ് ഇതിൻ്റെ ബട്ടൺ. പിന്നെ ഇവിടെയാണ് ഇത് ചാർജ് ചെയ്യാം. അതായത് ഇത് ഒറ്റ ചാർജിൽ ഏകദേശം 1 വീക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇവർ. സോ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഉപയോഗിച്ച് നോക്കാം. സോ ഇത് ആദ്യം തന്നെ ഈ പൈപ്പ്, ഈ മെറ്റൽ പൈപ്പ് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഉള്ളിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇതേപോലെ. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് പൈപ്പില്ലേ, ഇവിടെയാണ് ഈ പ്ലാസ്റ്റിക് പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ബോട്ടിലിൽ. സോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അങ്ങനെ ജസ്റ്റ് ക്യാപ്പ് റിമൂവ് ആക്കുക. ഈ ക്യാപ്പ് റിമൂവ് ആക്കിയിട്ട് ക്യാപ്പിൻ്റെ ആവശ്യമില്ല. ഇതിന് ശേഷം ക്യാപ്പ് മാറ്റി വെച്ചിട്ട് ഈ ഡിസ്പെൻസർ അങ്ങനെ തന്നെ ഇതിലോട്ട് ഇടുക. ഇങ്ങനെ തന്നെ ഇടുക. ഇത്രയുള്ളൂ. ഇങ്ങനെ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ പൈപ്പ് ഇതിന് അടിയിലേക്ക് പോകും. ഇപ്പോൾ വെള്ളം കുറഞ്ഞ് വരുമ്പോൾ പൈപ്പ് എൻഡ് വരെ പോകും. അങ്ങനെ ഈ ബോട്ടിലത്തെ ഫുൾ കംപ്ലീറ്റ് വാട്ടർ നമുക്ക് ഇതിൽ ഈ ഡിസ്പെൻസർ ത്രൂ നമുക്ക് ഉപയോഗിക്കാം. സോ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഈ ബോട്ടിലാണ് വാട്ടർ ഫിൽ ചെയ്യാൻ പോണത്. സോ ഞാൻ ഡിസ്പെൻസർ ഓൺ ചെയ്യാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്, ഇതാണ് ഡിസ്പെൻസർ. ഓഫ് ചെയ്യണം. ഇത്രയുള്ള സംഭവം. ഞാൻ ഈ സംഭവം ഡിസ്പെൻസർ ഈ പൈപ്പൊക്കെ ആദ്യം തന്നെ കഴുകിയതാണ്. സോ കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ വുമൻസിനാവട്ടെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം ഇത്ര 20 ലിറ്ററിൻ്റെ ബോട്ടിൽസൊക്കെ ഭയങ്കര കഷ്ടമാണ്. അതായത് അങ്ങനെ ഉപയോഗിക്കാൻ, അത് ചെറിച്ചിട്ടൊക്കെ എടുക്കാൻ, അത് വാട്ടർ എടുക്കാൻ ഭയങ്കര കഷ്ടം. സോ ഇങ്ങനത്തെ ഒരു ഡിസ്പെൻസർ ഉണ്ടായതുകൊണ്ട് അത് നല്ലൊരു സൊല്യൂഷനാണ് സംഭവത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ ബൈ.